CPM-നെതിരെ 2 പതിറ്റാണ്ടോളം പോരാടിയ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ വിടവാങ്ങി. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2 വട്ടം ചിത്രലേഖയുടെ ഓട്ടോ അഗ്നിക്കിരയാക്കിയിരുന്നു. ജാതി വിവേചനം ആരോപിച്ചാണ് ചിത്രലേഖ പോരിനിറങ്ങിയത്. CPM-മായി കൊമ്പുകോർത്തും പോർവിളിച്ചും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഓട്ടോ ഡ്രൈവറായിരുന്നു ചിത്രലേഖ. ജാതി വിവേചനം ആരോപിച്ചാണ് ചിത്രലേഖ CPM-നെതിരെ പോരിനിറങ്ങിയത്. 2004 മുതൽ തുടങ്ങിയ ആ പോർവിളി അടുത്ത കാലം വരെ തുടർന്നു. 2005-ൽ ചിത്രലേഖയുടെ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടതോടെയാണ് ഈ വിവാദവും ആളിപ്പടർന്നത്. 2023-ലും സമാനമായ രീതിയിൽ ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ അഗ്നിക്കിരയായി. പിന്നിൽ CPM എന്നായിരുന്നു ചിത്രലേഖയുടെ അന്നത്തെയും ആരോപണം. CPM-നെതിരെ അസാധാരണമായ പ്രതിരോധം തീർത്തതോടെയാണ് ചിത്രലേഖ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ആകെ ചർച്ചയായത്. പിറന്ന നാട്ടിൽ നിന്നും ജാതി വിവേചനം നേരിട്ട് പലായനം ചെയ്യേണ്ടി വന്നു തനിക്കെന്ന് ചിത്രലേഖ പറഞ്ഞുകൊണ്ടേയിരുന്നു. പയ്യന്നൂർ എടാട്ടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ തർക്കം 20 വർഷത്തോളം തുടർന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കാട്ടാമ്പള്ളിയിൽ വീട് വെക്കാൻ സ്ഥലവും 5 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. അവിടെ വീട് വെച്ച് താമസം തുടങ്ങിയപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. കഴിഞ്ഞ വർഷം വീടിനു മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു. ഇതിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വീടിനു മുന്നിൽ നിരാഹാരം കിടന്നു. അങ്ങനെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ചിത്രലേഖയെ അർബുദം പിടികൂടിയത്. പാൻക്രിയാസിൽ അർബുദം ബാധിച്ച് കോഴിക്കോട്ട് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 43 വയസ്സുകാരിയായ ചിത്രലേഖയുടെ മൃതദേഹം ഞായറാഴ്ച രാവിലെ 9 മണിയോടെ കാട്ടാമ്പള്ളിയിലെ വീട്ടിൽ എത്തിക്കും. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 പയ്യാമ്പലത്ത് നടക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.